പിള്ളേർക്കൊക്കെ ലഞ്ചിനൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? മുട്ടച്ചോറ്. എല്ലാ സാധനങ്ങളും റെഡിയാണോ? റെഡിയാണോ? അപ്പോൾ നമ്മൾ മുട്ടച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ ഐറ്റംസും ഇപ്പോൾ കിച്ചണിൽ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയാലോ? അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കിച്ചണിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എഗ് റൈസിനുള്ള ഐറ്റംസ് എല്ലാം എന്താ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ തക്കാളി, നമ്മുടെ വേവിച്ച് വെച്ച ചോറ്. നമ്മൾ കഴിഞ്ഞ ദിവസം അരിക്കൂട്ട് തന്നെയാണോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. ഇതെന്തായിരുന്നു? ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറിയ രീതിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ ഒരു 4 മുട്ട എടുത്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ പാത്രം അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കുകയല്ലേ? നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഇത് മുട്ട ഒഴിച്ച് ഒരുമാതിരിയൊക്കെ ഒത്തിരി വേഗണ്ട, ഒത്തിരി ചെറുതായി പോകണ്ട, ഒരുമാതിരി ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് പിന്നെ ഈ സവോള ഇഞ്ചി വഴറ്റിയെടുത്ത ശേഷമാണ് പിന്നെ തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് റൈസൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുന്നത്. ഓക്കെ, നമ്മൾ മുട്ട ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ട സൺഫ്ലവർ ഓയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം ഒരു പരിവായി വന്നിട്ടുണ്ട്, അത്യാവശ്യം വെന്തിട്ടുണ്ട്. വേറെ പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ? അപ്പോൾ ഇന്നത്തെ ഡിഷും എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല, കാരണം നോമ്പായതുകൊണ്ട് മുട്ടയും കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നും പതിവ് പോലെ നമുക്ക് അമ്മേനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ എഗ് റൈസ് വന്നിരിക്കുന്നത്. ഗസ്റ്റ് വരുമോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഒരു ദിവസം ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ഐറ്റംസ് ഒന്നും വേണ്ടല്ലോ. മുട്ടയും തക്കാളിയും സവോളയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ബിരിയാണി റൈസ് തന്നെ വേണമെന്നില്ല കേട്ടോ, നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന ചോറായാലും മിക്സ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഈ എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് അങ്ങോട്ടിടാം. നമ്മൾ വീണ്ടും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കുകയാണ്. ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഞങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത സവോള ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് തക്കാളി ഇടാം. സവോള ഏകദേശം ഒന്നൊരു വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തക്കാളി ഇടാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല. നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഇത് അങ്ങനെ തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് അങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് റൈസ് ഇടാം. അപ്പോൾ നമ്മളിതാ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ് കേട്ടോ. അപ്പം നേരെ റൈസ് അതിലോട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഈ റൈസ് ഉപ്പിട്ട് പിന്നെ കറുവപ്പട്ട, ഏലക്ക, പെരുംജീരകം, അങ്ങനെ ഓരോ ഗ്രാമ്പൂ അതെല്ലാം ഇട്ട് എല്ലാ ചേരുവകളും ഇട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. റൈസ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് മല്ലിയില, ആവശ്യത്തിനുള്ള മല്ലിയില, ഇച്ചിരി കുരുമുളക് പൊടി, ഉപ്പും കൂടെ, ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങ പിഴിഞ്ഞ്, ചെറുനാരങ്ങ ജസ്റ്റ് നീര് പിഴിഞ്ഞൊഴിക്കുകയാണ്. നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ.
ഏകദേശം നമ്മുടെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയതിൻ്റെ വേറൊരു മോഡൽ തന്നെയാണ് കേട്ടോ. തക്കാളി ഇല്ലാന്നേ ഉള്ളൂ, ചോറും വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ചോറിൽ തന്നെയാണ് ടൊമാറ്റോ റൈസ് വെച്ചത്. നമ്മൾ ഈ ഫ്രൈഡ് റൈസും മറ്റേ ടൊമാറ്റോ റൈസ് എല്ലാം ഇതേ റൈസിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് മെയിൻ മുട്ട ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്, കളർ മാറി വരുന്നുണ്ട്. പിള്ളേർക്കൊക്കെ ലഞ്ചിനൊക്കെ ആണെങ്കിൽ സ്കൂളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഡിഷാണ്. അതെ, നമുക്ക് പിള്ളേർക്ക് സ്കൂളുകളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും. അങ്ങനെ നമ്മുടെ എഗ് റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയൊരു ഡിഷാണ്. ബിരിയാണിയുടെ തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ചോറാണെങ്കിലും ഇതിലിട്ട് മിക്സ് ചെയ്താലും നമുക്ക് എഗ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ ബിരിയാണി അരി ഉള്ളത് കൊണ്ട് നമ്മളത് വേവിച്ചതിലിട്ട് എഗ് റൈസിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് റൈസിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. മുകളിൽ ഇച്ചിരി മല്ലിയിലൊക്കെ ഇട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ എഗ് റൈസ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടല്ലേ? നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെ, ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇത് ഉണ്ടാക്കിയവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അമ്മേനെ കൊണ്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം എനിക്ക് നോയമ്പായതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ടുള്ള അഭിപ്രായം, ഈ കാണുന്ന ഭംഗി പോലെ തന്നെ അതിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് പറയാം. നമുക്ക് എന്തായാലും അഭിപ്രായം ചോദിക്കാം. അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ, അതെ, അമ്മയും കുഞ്ഞപ്പനൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കഴിക്കാനായിട്ട്. കഴിച്ചോ? എന്തുണ്ടാക്കിയാലും അമ്മയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ ദിവസവും വെറൈറ്റി ഡിഷുകളാ. കഴിച്ചോക്കെ. ഏണ്ട് ആദ്യത്തെ ദിവസത്തെ പോലെ വാവ് വെക്കലൊന്നും ഉണ്ടായില്ലല്ലോ. തരാണോ? കുഞ്ഞപ്പനെന്ന് കഴിച്ചു നോക്കിയേ. കുഞ്ഞ അത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കിയാ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? പിന്നെ എരിവൊന്നുമില്ല. എങ്ങനെയുണ്ട്? അടിപൊളി. പതിവ് പോലെതാ ഡിഷ് ഉണ്ടാക്കിയ ആള് തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കഴിച്ചോ. കറക്റ്റുള്ള അഭിപ്രായം പറയട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? അനിയൻ ശരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല കേട്ടോ. ഡിഷസ് പുതിയ ഭക്ഷണ സാധനം ഉണ്ടാക്കി തുടങ്ങിയ പിന്നെ അനിയൻ ഈ ഭാഗത്തേക്ക് അടുക്കുന്നില്ല. അതിനു മുമ്പേ പുള്ളി റൂമിൽ കയറി വാതിലടക്കുകയാണ്. നമ്മളുണ്ടാക്കിയ എഗ് റൈസ് എന്തായാലും അമ്മയ്ക്കും കുഞ്ഞപ്പനും പിന്നെ അശ്വതിയൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു ഡിഷ് തന്നെയാണല്ലോ എഗ് റൈസ്. വളരെ കുറച്ച് ഐറ്റംസ് കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കാഷ്നട്ടോ അങ്ങനെ ഒരു മുട്ട പൊഴുങ്ങിയതൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്യാം. അതുപോലെ ഇച്ചിരി സോസൊക്കെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ അത് ഓരോരുത്തർ ഇഷ്ടമാണ്, കുറച്ചും കൂടിയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നല്ല അല്ലേ? അടിപൊളിയല്ലേ? ഇതുണ്ടാക്കിയാലും പോരായ്മകളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അതിലേക്കും ബൈ.